നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചിയുടെ ഊഹം കറക്റ്റാ. പ്രണവേട്ടനാ ആ പണി സ്പോൺസർ ചെയ്തത്. അയ്യോ, അന്ന് സ്കൂളിൽ വെച്ച് മിഥുൻ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ഇവിടെയും അവൻ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അവനെ വീഴ്ത്താനുള്ള ഒരു മയക്കുവെടി ഞാൻ കരുതിയിരുന്നു. അവൻ വന്നാൽ അറിയിക്കാൻ ഹോട്ടലിലെ സെക്യൂരിറ്റിയെ പറഞ്ഞ് ചട്ടം കെട്ടി. അവന്റെ ബൈക്ക് ഈ കോമ്പൗണ്ടിൽ കയറിയതും ആ വിവരം ഞാൻ അറിഞ്ഞു. എടാ ഭയങ്കര. എന്നിട്ട് എന്ത് ചെയ്യണോന്ന് ഞാനും ഇവളും കൂടെ ആലോചിച്ചു. എന്നെ ഐഡിയ കൊള്ളാം. പക്ഷെ അതെങ്ങനെ ആ വൃത്തികെട്ടവന്റെ വയറ്റിലെത്തിക്കും? ഒരു വഴിയുണ്ട്, നീ വാ. ചേട്ടാ, അതെ അതെ ചേട്ടാ, ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഗൗതം സാറിന്റെ അനിയനും അനിയത്തിയും അല്ലേ? എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, സാറ് നമ്മുടെ സ്വന്തം ആളാ. എങ്കേത് മതി. ആദ്യേ ദേ ഇത് ചേട്ടൻ പിടിക്കേ. വേണ്ടായിരുന്നു. അങ്ങനെ പറയലേ, ഇരിക്കട്ടെ, കുറെ ചെലവുകളൊക്കെ ഉള്ളതല്ലേ. പിടിക്കേ. ചേട്ടാ, ഇതെന്തിനാന്നറിയോ? കുഴപ്പമൊന്നും വരില്ലല്ലോ. ഏയ്, ഒരു കുഴപ്പമില്ല. അയാൾ കൂടിപ്പോയ ഒരു 5-6 മണിക്കൂർ കിടന്നങ്ങ് ഉറങ്ങും, അത്രേ ഉള്ളൂ. ആള് മാറരുത്. ഞങ്ങൾ സംസാരിച്ച് നിൽക്കുന്ന ആൾക്ക് തന്നെ കൊടുക്കണം. ശരി മോളെ. ഗുഡ്. നിനക്ക് ബുദ്ധിയുണ്ട്. അതെ, കാട്ടുകൊമ്പം വരെ മയങ്ങുന്ന അളവിലുള്ള സാധനം അകത്ത് ചെന്നിട്ടുണ്ട്. അഥവാ തട്ടിപ്പോയാലൊരു കുഴപ്പമില്ല. ഭൂമിക്ക് അത്രയും ഭാരം കുറയില്ലേ? എടീ, മിഥുൻ ബോധം കെട്ട് വീണത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? എന്തായാലും സംഗതി കലക്കി. അനിയനും അനിയത്തിയുമായി ഇങ്ങനെ തന്നെ വേണം. അതാണ്. ആന്റി അങ്ങോട്ട് ചെന്ന് അവരുടെ ഈ നാടകം പൊളിച്ചു കൊടുക്ക്. ആന്റിയെ മണ്ടിയാക്കാൻ ഇനി നിന്ന് കൊടുക്കരുത്. വരട്ടെ, അവൾ എവിടം വരെ പോവുമെന്ന് എനിക്കറിയണം. നീ വാ. എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചേക്ക്. ഇവളൊരു കൊറിയൻ റെസ്റ്റോറന്റ് കണ്ടുവന്നു. അവിടുന്ന് ഇവൾക്ക് എന്തൊക്കെയോ കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ഈ ഓപ്പറേഷനിൽ ഞാൻ കൂടെ നിർത്തിയതേ. ഇവര് നമ്മുടെ കൂടെ വരട്ടെ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സൂഷി കഴിക്കാം. എന്ത് കഴിക്കാന്ന്? കൃഷിയോ? കൃഷിയല്ല, സൂഷി. ജപ്പാനും കൊറിയനൊക്കെ ഉള്ള ഒരു തരം ഫുഡാ. ഇപ്പൊ എവിടെയും കിട്ടും. ഇവക്ക് വട്ടാനിധി. കണ്ട് കൊറിയൻ ഡ്രാമയൊക്കെ കണ്ട് അവിടുത്തെ ഫുഡ് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് അതൊന്നും നാവിൽ വെക്കാൻ പോലും പറ്റില്ല. ഓ പിന്നെ ഒന്ന് കഴിച്ചു നോക്ക്, അപ്പ അറിയാം എന്റെ ടേസ്റ്റ്. എന്തായാലും തൽക്കാലം ഇവരെ നമുക്ക് തനിച്ചുവിടാം. ആഹാരത്തെക്കാൾ ഇവർക്ക് പ്രധാനം റൊമാൻസ് ആയിരിക്കും. അത് ശരിയായിട്ട് നമുക്ക് മാറിക്കൊടുക്കാം. ഇന്ന് നീ ഇടിവിട്ട് ഗ്ലാമറില്ല. ഓ, എപ്പോഴാ എനിക്ക് ഗ്ലാമർ ഇല്ലാത്തത്? അതൊക്കെ ശരിയാ. എന്നാലും ഇന്ന് ഇത്തിരി കൂടുതൽ ഹോട്ട. സാറേ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. അതെ, എനിക്ക് നിന്നെ കണ്ടിട്ട് വിരഹം സഹിക്കാൻ പറ്റണില്ല. നമുക്ക് ഈ നാടകം വേണം. എന്തായാലും നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ആ സ്ഥിതിക്ക് നീ എന്റെ കൂടെ വീട്ടിലേക്ക് പോരെ. വിളിക്കുന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ
ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചിട്ടേ ഇനി ഈശ്വരമംഗലത്തേക്ക് വരൂ. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് നിന്റെ വീട്ടിലേക്ക് വന്നാലോ? നമുക്കിതുവരെ നല്ല വിരുന്നൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇന്ന് നമുക്ക് ആ ചടങ്ങ് നടത്താം. ഇടിപിടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ നടത്താൻ പറ്റും? അമ്മയ്ക്കും അമ്മാവനും ഒക്കെ ഇത്തിരി സാവകാശം കൊടുക്കണം. ഓ, അതൊന്നും വേണ്ട. നമ്മൾ ഇന്ന് ചെല്ലുന്നു, ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ കൂടുന്നു, ഫസ്റ്റ് നൈറ്റ് നടക്കുന്നു, അത്ര തന്നെ. ഫസ്റ്റ് നൈറ്റോ? അത് നടക്കണമല്ലോ. ദേഹം മുഴുവൻ മസിലോ, എന്റെ കൈ നൊന്തത് മിച്ചം. അതാണ് എന്റെ 6 പാക്ക് ബോഡി, വെരി സ്ട്രോങ്. ഓ, അത്രയ്ക്കായോ? എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. കടിക്കാൻ നീ എന്താ പട്ടിയോ? അല്ല, പുലി. പിന്നെ വെറും പുലിയല്ല, കഴുത്ത് പുലി. എന്താ ഇവിടെ ഒരു കരച്ചിൽ കേട്ടത്? ഏട്ടന്റെ ശബ്ദം പോലെ തോന്നി. ഒന്നുമില്ല മോളെ, ഏട്ടനെ കൊതു കൂട്ടിയതാ. നിങ്ങളെന്താ ഫുഡ് കഴിക്കാൻ പോയില്ലേ? ഞങ്ങളെ മൂർത്തി അങ്കിളിനെ കണ്ട് സംസാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോ സാറിന്റെ കരച്ചില് അങ്കിളും കേട്ടോ? ഏട്ടന്റെ നിലവിളി കേൾക്കാത്ത ആരും ഈ ഹോട്ടലിൽ ഉണ്ടാവില്ല. ഈ സാറിനെ കൊണ്ട് തോറ്റു, ആകെ നാണക്കേടായി. അത് നീ എന്നെ കടിച്ചപ്പോ ഓർക്കണായിരുന്നു. കടിച്ചെന്നോ? യവനി, നീ വാ. അവര് കടിക്കോ ഇടിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വാ. പിന്നെ നാണക്കേടായി. എങ്കിലും ആ പേരിൽ ഒന്നുകൂടെ കടിക്കൂ. പോടാ. ഏട്ടാ, ഗോപിയേട്ടന് ഓഫീസിൽ പോയിരിക്കുക. എന്താ വസ്തു? ഏട്ടത്തി ഈ കുടുംബത്തിനെതിരെ തോന്നിയാസങ്ങൾ കാണിക്കുന്നത് ഏട്ടനും കൂടി അറിഞ്ഞുകൊണ്ടാണോന്ന് എനിക്കറിയണം. ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചു എന്ന് നീ പറയുന്നേ? ആപ്പ് ലോഞ്ചിങ് നടക്കുന്നിടത്തേക്ക് നിധി വരാൻ കാരണം ഏട്ടത്തിയല്ലേ? അവളെ ഗൗതവും ഈ കുടുംബവും ഉപേക്ഷിച്ചതാ. പിന്നെന്തിനാ ഏട്ടത്തി അവളെ വീണ്ടും ഗൗതമിന്റെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത്? ആപ്പിന് ഹാർട്ട് ബീറ്റ്സ് എന്ന് പേരിട്ടത് നിധിയ. അതിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സായി മൂർത്തിയിലതയും സെലക്ട് ചെയ്തത് ഗൗതമിനെ നിധിയ. നിധി ഗൗതമിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാ ആ ഭാഗ്യം അവൾക്ക് കിട്ടിയത്. അവന്റെ ഭാര്യ മിസ്സസ് ഗൗതം. മറ്റൊരാളായിരുന്നെങ്കിൽ നിധിക്ക് അംബാസഡർ പദവി കിട്ടില്ലായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഗൗതമിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ആപ്പിന്റെ പേരിടാൻ പോലും നിധിക്ക് പറ്റിയത്. നിധി ഇപ്പോഴും അവന്റെ ഭാര്യ തന്നെയാ. ആ സ്ഥാനം തട്ടിയെടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആരെയും അനുവദിക്കില്ല. പക്ഷെ ആന്റി എന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. അവിടെ കൂടിയ VIP-കളുടെ മുൻപിൽ നാണം കെട്ടത് ഞാനാ. ഓ, എന്നെ ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു ആന്റി. നാണം കെടാനായി ഇറങ്ങി തിരിച്ചതേ നീ തന്നെയാ. ഗൗതമിനും നിധിക്കും ഇടയിലേക്ക് നീ കയറി ചെല്ലാൻ തീരുമാനിച്ച നിമിഷമുണ്ടല്ലോ, ആ നിമിഷം മുതൽ നീ നാണമില്ലാത്തവളായി മാറി. ഏട്ടത്തി വെറുതെ ഇവളെ കുറ്റപ്പെടുത്തണ്ട. ഇവളെ കൊണ്ടുപോയത് ഞാനാ. അതെനിക്കറിയാം. പുറമേ നാണം കെട്ടത് ഇവളാണെങ്കിലും ഇന്ന് നടന്നതിനൊക്കെ ഇവളേക്കാൾ ലജ്ജിക്കേണ്ടത് നീയാ. നിധിയെയും ഗൗതമിനെയും ചേർത്ത് വെച്ചത് വിധിയാ. മനുഷ്യൻ വിചാരിച്ചാലേ അവരെ തമ്മിൽ പിരിക്കാനാവില്ല. അത് നീ തിരിച്ചറിയണം വസു. ഓ, അപ്പോ അവര് പിരിയുന്നതായിട്ട് നിങ്ങളെല്ലാരും ചേർന്ന് എന്റെ മുമ്പിൽ നാടകം കളിച്ചതാ അല്ലേ? എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. ഇനി ഈ ബുദ്ധി ആരുടേതാണെന്ന് മാത്രം അറിഞ്ഞാ മതി. ബുദ്ധി ആരുടേതാണെങ്കിലും വിഡ്ഢിവേഷം കെട്ടിയത് നീയും ഇവളുവാ. ഇനിയെങ്കിലും യാഥാർത്ഥ്യം അംഗീകരിക്ക്. മിഥുൻ പറഞ്ഞതെല്ലാം കള്ളക്കഥകളാ. നമ്മുടെ മരുമകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിധി തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവളെ എന്റെ മകന്റെ ഭാര്യ ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇനി ഒരിക്കലും അംഗീകരിക്കുകയില്ല.